ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗേൾസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്നല്ലേ, നമ്മുടെ സാരി പ്രീ പ്ലീറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മിക്കവർക്കും സാരിയൊക്കെ നന്നായിട്ട് ഡ്രേപ്പ് ചെയ്യാൻ അറിയുന്നവരായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ സാരിയൊക്കെ പ്രീ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രൈഡ്സിനൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്കത് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി ആ വീഡിയോയ്ക്ക് സൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാരണം ഒന്നും കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയും എൻ്റെ വോയിസും തമ്മിൽ ഒരു ബന്ധമില്ലാത്തത്. ഓക്കെ, അതോടു നമ്മളിപ്പോൾ ഒരു സാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാരിയുടെ മറുവശം, നല്ല വശം അകത്തോട്ടിട്ടിട്ട് ബാക്ക് സൈഡ് എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടുക. നമ്മൾ നോർമലി കൈ കൊണ്ട് പ്ലേറ്റ് എടുക്കുന്ന പോലെയല്ല ഇപ്പോൾ പ്ലേറ്റ് എടുക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫസ്റ്റ് ഒരു ബോർഡർ, നമ്മൾ ആ ഒരു സൈസ് ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് ആ പ്ലേറ്റിൻ്റെ സൈസ് വിട്ടിട്ട് ബാക്കി ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മാറ്റ് എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ബ്രൈഡ്സിൻ്റെയൊക്കെ സാരീസ് എന്ന് പറയുന്നത് ഭയങ്കര വിലപിടിപ്പുള്ള സാരീസൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം സേഫ് ആയിരിക്കും എന്നറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത്. ഇതിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ എത്ര അയൺ ചെയ്താലും നമുക്ക് സാരിക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് മേടിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ കുറച്ചായിട്ട് ഓരോ സെക്ഷൻ എടുത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ വീട്ടിലുള്ള ഒരു നോർമൽ അയൺ ബോക്സ് ആണ്. സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റീം അയൺ ബോക്സ് ആണ്. അതിപ്പോൾ എന്തോ ഒരു കേടുപാട് വന്നതുകൊണ്ട് ഞാനിപ്പോൾ നോർമൽ അയൺ ബോക്സ് എടുത്തതേ ഉള്ളൂ. സ്റ്റീം അയൺ ബോക്സ് ആകുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് പ്ലേറ്റ്സ് ഒക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്റ്റീം അയൺ ബോക്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ അയണിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് നിവർത്തുകയാണ്. ഈ ഫോൾഡൊക്കെ നമ്മൾ നോർമലി നിവർത്തിയിട്ട് ഇത് തിരിച്ചിടുക. അതായത് നല്ല വശം ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ തിരിച്ചിടുക. ഈ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ സാരിയുടെ ഫ്ലീറ്റ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ വര വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പ്ലീറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപാടും പക്ഷേ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലീറ്റ്സ് ഒക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈസ് അനുസരിച്ച് നോർമലി അറേഞ്ച് ചെയ്യുന്നത് പോലെ അറേഞ്ച് ചെയ്ത് പിൻ ചെയ്ത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതുവരെ പിൻ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ മെഷർമെൻറ്റ് കിട്ടും. പിന്നെ നമ്മൾ കൈവച്ച് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നോർമലി ആ പ്ലേറ്റ്സ് കറക്റ്റ് ലെവലിൽ വന്നോളും. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ആദ്യമേ നമ്മൾ ഷോൾഡർ ലെങ്ത്ത് എടുത്തിട്ട് വേണം നമ്മളുടെ ഷോൾഡർ മെഷർ ചെയ്തിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലേറ്റ്സ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ഏത് വരെയാണ് ലെങ്ത്ത് വേണ്ടതെന്നുള്ളത്. നമ്മളിങ്ങനെ കൈവച്ച് വലിക്കുമ്പോൾ അത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ 2 പിന്ന് കുത്തി വെച്ചേക്കണം. നമുക്ക് അവിടെ ഇപ്പോൾ ക്ലിപ്സൊക്കെ കിട്ടും മേടിക്കാൻ വേണ്ടിയിട്ട്. വലിയ ക്ലിപ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടേബിളിൻ്റെ കൂടെ വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അനങ്ങാതിരുന്നോളും. ഇപ്പോൾ എൻ്റെ അതില്ലാത്തത് കൊണ്ട് ഞാൻ പിന്ന് വെച്ച് ഇവിടെ കുത്തി വയ്ക്കുകയാണ്. അപ്പോൾ അത് അനങ്ങാതിരുന്നോളും. നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലെങ്ത്ത് വരെ പ്ലേറ്റ്സൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ പുറത്ത് മാറ്റിട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്യുകയാണ്. തിരിച്ചും മറിച്ചും അയൺ ചെയ്യണം കേട്ടോ. ഇനിയാണ് നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ്സിലേക്ക് വരുന്നത്. ചെസ്റ്റ് പ്ലേറ്റ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് വിടർത്തി നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അല്ലെങ്കിൽ വിഡ്ത്ത് വേണ്ടതെന്നനുസരിച്ചിട്ട് കുറച്ചായിട്ട് ഓരോ പ്ലേറ്റ്സ് വിടർത്തി അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്താൽ മതി. എല്ലാം ഒരേ ലെവലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുന്നേ അയൺ ചെയ്ത് വെച്ചൊരു സാരിയാണ്. അപ്പോൾ അതിൻ്റെ മടക്കുള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് അങ്ങനെ കിടക്കുന്നത്. പക്ഷെ സാരമില്ല, നമുക്കത് ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മൾ അയൺ ചെയ്താലും മതി. ആ മടക്കൊക്കെ പോവും, ഫോൾഡിങ് ഒക്കെ പോവും. നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ലെങ്ത്ത് കൂട്ടി കൊണ്ടുവരണം. ഓരോ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു ലെങ്ത്ത് കുറച്ച് ഓരോ ഇഞ്ച് അര ഇഞ്ച് വീതം കൂട്ടി കൊണ്ടുവരണം. കാരണം നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും ആ സെയിം ലെവലായിരിക്കില്ലല്ലോ താഴെ വരുന്നത്. അപ്പോൾ കൈ വെച്ച് കൈയിൻ്റെ ചെറുവിരലിൻ്റെ പകുതിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അത് മനസ്സിലാവും. നമ്മൾ താഴെ വരെ ലെങ്ത്ത് കൂട്ടി അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് സെൻറ്റർ പ്ലേറ്റ് ആണ്. അതിന് മുന്നേ നിങ്ങൾക്ക് സെൻറ്റർ പ്ലേറ്റ് അല്ലാണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആദ്യം ഉടുത്ത് നോക്കുക. നമ്മളിപ്പം ഇതാണ് ഫസ്റ്റ് ചെസ്റ്റ് പ്ലേറ്റ് വരുന്നത്, കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇതിനെ അവിടെ നിന്ന് അനങ്ങത്തില്ല. അപ്പോൾ നമ്മൾ സാരി ഉടുക്കുന്നത് പോലെ നോർമലി ഒരു പിന്ന് വെച്ചിട്ട് അങ്ങനെ ഉടുക്കണമെന്നില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പിന്ന് കുത്തി വെക്കുകയാണ് അവിടെ എൻ്റെ ഡ്രസ്സിനോട്. എന്നിട്ട് നമ്മൾ നോർമലി സാരി ഉടുക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മളിനി എടുക്കാൻ പോകുന്നത് സൈഡ് പ്ലേറ്റ്സിൻ്റെ മെഷർമെൻ്റ് ആണ്. നമ്മൾ സൈഡ് പ്ലേറ്റ്സ് എടുക്കുന്നതിന് മുന്നേ ആദ്യം അവിടെ നിന്ന് വലിച്ചൊരു പിന്ന് കുത്തുമല്ലോ, ആ പിന്ന് കുത്തുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ചാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അവിടെ ഒരു പിന്ന് കുത്തുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബെല്ലി ബട്ടൻ്റെ അവിടെ ഒരു പിന്ന് കുത്തിയിട്ടിട്ടായിരുന്നു. അപ്പം അതും ഇതും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ സെൻറ്റർ പ്ലേറ്റ്സ് വരേണ്ടത് നോർമലി. അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രൈഡ്സിനൊക്കെ മെഷർ ചെയ്യുമ്പോൾ എടുക്കാറ്. നമുക്ക് വേണ്ടി ആയതുകൊണ്ട് നമുക്ക് സെൻറ്റർ പ്ലേറ്റ്സ് നോർമലി എടുക്കുന്നത് പോലെ തന്നെ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത പ്ലേറ്റ്സിൻ്റെ ഫസ്റ്റ് പിന്ന് കുത്തിയതിന് ശേഷം താഴോട്ട് കുറച്ചും കൂടി ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് വിടർത്തിയാണ് പ്ലേറ്റ്സ് വെക്കുന്നത്. എനിക്കതാണ് കുറച്ചും കൂടി ഇഷ്ടം. അല്ല നമ്മൾ പണ്ടത്തെ പോലെ ഒറ്റ ഇതിൽ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കുറച്ച് പ്ലേറ്റ്സ് വിടർത്തിയിരിക്കുന്നതാണ്.
അപ്പോൾ ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്ത് അവിടെ ഒരു പിന്ന് കുറച്ചും കൂടി താഴോട്ടൊരു പിന്ന് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ടേബിളിലേക്ക് ഇങ്ങനെ തിരിച്ചിടുകയാണ്. എന്നിട്ട് മേളിലത്തെ അതേ അറേഞ്ച്മെൻറ്റ് താഴേക്ക് വരുന്ന രീതിയിൽ നമ്മൾ താഴോട്ടും കൂടി കൈവച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പം നമ്മൾ ആ സെൻറ്ററിലും അറേഞ്ച് ചെയ്ത ശേഷം പിന്നെ വെച്ച് കുത്തുക. ഇനി നമുക്ക് വേറൊന്നുമില്ല, നോർമലി നമ്മൾ അയൺ ചെയ്യുന്നത് പോലെ മാറ്റ് ഇട്ടിട്ട് അയൺ മാത്രം ചെയ്താൽ മതി. എനിക്ക് താഴോട്ട് അങ്ങനെ പറ്റിക്കിടക്കുന്നതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പകുതി വരെ അയൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സാരി പ്ലേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫോൾഡിങ്ങിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സാരി പ്രീ പ്ലേറ്റിംഗ് ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, വിചാരിക്കുന്ന പോലെ അത്ര പാടൊന്നുമില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേദിവസം ഇങ്ങനെ പ്രീ പ്ലേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ്റെ അന്ന് പെട്ടെന്ന് 5 മിനിറ്റ്സിനകത്ത് തന്നെ ഡ്രീപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.